പിക്കിൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കുറച്ച് ഗ്രേപ്സ് നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ ഈ സീസണിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം കുറച്ച് നല്ലെണ്ണ ഒരു പാനിൽ ചൂടാക്കി അത് കടുക് വറുക്കാൻ വയ്ക്കാം. കടുകിട്ട് കടുക്, പിന്നെ പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് ഉലുവ. പിക്കിൾസിന് ആവശ്യമായിട്ടുള്ളതാണ്. കടുകും വേണം, ഉലുവയും വേണം. എണ്ണ ചൂടായതിന് ശേഷം ഈ കടുക് ഇടുക, അതിനോടൊപ്പം ഉലുവയും ഇടണം. അത് രണ്ടും പൊട്ടിത്തീരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. മീഡിയത്തിൽ വെച്ചിരുന്നാൽ മതി. നമ്മൾ ഒരുപാട് ഹൈയിൽ വെക്കേണ്ട, ചിലപ്പോൾ തീ പിടിക്കും. അതുകൊണ്ട് മീഡിയത്തിൽ വെക്കണേ. ഗ്യാസ് മീഡിയത്തിൽ വെച്ചിട്ട് വേണം കടുക് വറുക്കാൻ. ഈ കടുകും ഉലുവയെല്ലാം പൊട്ടിത്തീരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇനി അത് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള പൊടി എടുക്കാം. നമുക്ക് വേണ്ടത് മുളക് പൊടി, കായപ്പൊടി, വേറെ വിനീഗർ വേണം, ഉപ്പ്, ഇത്രയും മതി. അപ്പോൾ നമ്മൾ ഇതെല്ലാം പൊട്ടുന്നുണ്ട്. കടുകൊക്കെ പൊട്ടുന്നു. കുറച്ചധികം കടുകിട്ടുകൊണ്ടാണ് കൂടുതൽ സമയം എടുക്കുന്നത്. കൂടുതലും പൊട്ടി എല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഞാനിടുന്നത് കാശ്മീരി ചില്ലി, ഒരു 3-4 സ്പൂൺ കാശ്മീരി ചില്ലി ഇടാം. നമുക്കൊരു അര കിലോയോളം ഗ്രേപ്സ് ഉണ്ട്. ഗ്രേപ്സ് എന്ന് പറഞ്ഞാൽ ഇത് പഴുക്കാത്ത മുന്തിരിങ്ങയാണ്. ഇവിടെ ഉണ്ടാകുന്ന ഒരു സൈസ് മുന്തിരിങ്ങയാണ്. പച്ച മുന്തിരി, അത് ബ്രൗൺ ആണ്, പക്ഷേ അതിൻ്റെ തൊലി ഇത്തിരി കട്ടിയാണ്. ഇത് പിക്കിളിടാനേ നല്ലതാണ്. അപ്പോൾ ഈ സീസൺ ആകുമ്പോഴേ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ കുറേ ഗ്രേപ്സ് കിട്ടി നമുക്ക്. അപ്പോൾ അതെല്ലാം പിക്കിളിടാനേ കൊള്ളാവും. നല്ല പുളിയുണ്ട്. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ മുളക് പൊടി ഇട്ടു, കായപ്പൊടി ഇട്ടു. ഇനി ഉപ്പ് നല്ല പുളിയുള്ള നല്ല പുളിയാണ്. അപ്പോൾ നിറച്ച് ഉപ്പ് വേണ്ടി വരും, കുറച്ചുകൂടെ ഉപ്പ് വേണ്ടി വരും. അപ്പോൾ കുറച്ച് വിനീഗർ ഒഴിച്ചു. കുറച്ചുകൂടെ വിനീഗർ വേണം. ഇത്തിരിയേ ഉള്ളൂ. ഒരു 1-2 സ്പൂൺ വിനീഗർ ഒഴിക്കണം. കാരണം നമ്മൾ വെള്ളം ഒഴിക്കും. ഇത്തിരി ചാറ് ഇതിൽ നിന്ന് ഊറി ഇറങ്ങത്തില്ല. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം. ചാറിന് വേണ്ടി ഒന്ന് പുരണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ വെള്ളം ചേർക്കണം. കുറച്ചുകൂടെ വെള്ളവും വേണം. 1 സ്പൂൺ കൂടി വിനീഗർ ഒഴിക്കണം. അപ്പം നമുക്കിത്തിരി വെള്ളം ഒഴിക്കാം. വെള്ളം എടുക്കട്ടെ. വെള്ളം നമ്മൾക്ക് ഒരു ചെറിയ കപ്പിന് വെള്ളം ഒഴിച്ചു. ഇനി വെള്ളം നമ്മൾ തിളയ്ക്കണം. നമ്മൾ ഇളക്കിയിട്ട് ഗ്യാസ് ഇപ്പം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഓൺ ചെയ്ത് കൊടുക്കണം. ഗ്യാസ് ഓൺ ചെയ്ത് അത് നല്ലവണ്ണം തിളയ്ക്കട്ടെ. നന്നായിട്ട് തിളയ്ക്കട്ടെ. എല്ലാം നന്നായിട്ട് ഇളക്കി അതിൻ്റെ പൊടിയെല്ലാം ഇളക്കി യോജിപ്പിച്ച് അത് നന്നായിട്ട് തിളയ്ക്കട്ടെ. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. കുറച്ചുകൂടെ വിനീഗർ ഒഴിക്കാം. വൈറ്റ് വിനീഗറാണ് ഇത്. ഒരുപാട് വിനീഗർ ആകരുത്. വിനീഗറിൻ്റെ ആ ഒരു കെമിക്കൽ ടേസ്റ്റ് വരും. അത് പാടില്ല. 1 സ്പൂൺ 1-1.5 സ്പൂൺ വിനീഗർ. വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കേടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കണം, വെളിയിൽ വെക്കേണ്ട. ഒരു ദിവസത്തേക്ക് വെളിയിൽ വെക്കാം, പിറ്റേ ദിവസം ഫ്രിഡ്ജിലെടുത്ത് വെക്കണേ. 1-2 ആഴ്ചയൊക്കെ ഇരിക്കും നമുക്ക്. അപ്പോൾ നല്ലോണം തിളയ്ക്കട്ടെ. നന്നായിട്ട് തിളച്ചിട്ട് ഇതാണ് ഗ്രേപ്സ്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നുണ്ട്. അതിൻ്റെ നിറം ഒന്ന് മറിഞ്ഞിട്ടു, പക്ഷേ ടെക്സ്ചറൊന്നും മാറിയിട്ടില്ല. കല്ല് പോലെ തന്നെ ഇരിപ്പുണ്ട് നല്ല. അപ്പം നമ്മളിത് തിളച്ചാറിയതിന് ശേഷം നമുക്ക് ഇത് ഭരണിയിലോട്ട് കോരാം. അപ്പോൾ തിളച്ച് കഴിഞ്ഞ് നമ്മളിത് ഓഫ് ചെയ്യണം. ഗ്രേപ്സ് ഇട്ടതിന് ശേഷം നമ്മൾ ഇത് വേവിക്കണ്ട. വേകാൻ പാടില്ല. മുന്തിരിങ്ങ വേകണ്ട. എന്തായാലും ഒരു സുഖമില്ല. നന്നായിട്ട് തിളയ്ക്കട്ടെ. തിളച്ച് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഗ്രേപ്സ് ഇട്ട് ആ ചൂടിലിരുന്ന് ഗ്രേപ്സ് ഇരുന്നാൽ മതി. അതിലിരുന്നുള്ള ആവയൊക്കെ മതി. ഒരുപാട് വെന്ത് പോകരുത്. വേകേണ്ട കാര്യമൊന്നുമില്ല. ഒരു ചെറിയ ചൂടിന് വേണ്ടി തിളച്ചതിന് ശേഷം നമുക്കൊന്ന് ഗ്രേപ്സ് അതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി.
തിളയ്ക്കട്ടെ. സൈഡൊക്കെ തിളച്ച് തുടങ്ങി. നടുക്ക് ഇതിൻ്റെ ഗ്യാസ് നടുക്ക് ഗ്യാസില്ല, ഇത് ചുറ്റുമാണ് ഗ്യാസ്. അപ്പോൾ ചുറ്റും ആദ്യം തിളയ്ക്കും. അങ്ങനത്തെ ഗ്യാസാണ് ഇവിടെ. എല്ലാം തിളയ്ക്കുന്നുണ്ട്. ഇളക്കിയിട്ടെടുക്കുക. സൈഡിൽ നിന്നൊക്കെ ഇളക്കിയിട്ടെടുക്കുക. കരിഞ്ഞ് തുമ്മും, അതുകൊണ്ട് സൈഡിൽ നിന്നൊക്കെ ഇളക്കി വെള്ളത്തിലോട്ടങ്ങ് ചാലിച്ച് കൊടുക്കണം. അതേ നടുക്കുമൊക്കെ തിളച്ചിട്ടുണ്ട്. എല്ലായിടും തിളച്ചു. ഓഫ് ചെയ്തിട്ട് നമുക്ക് ഗ്രേപ്സ് ഇട്ട് കൊടുക്കാം. ഗ്രേപ്സ് ഇട്ട് എല്ലാം നന്നായിട്ട് ഇളക്കി ചേർക്കണം. നന്നായിട്ട് ഇളക്കി ചേർത്തിട്ട് നമുക്കിത് ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം നമുക്ക് കുപ്പിയിലോ ഭരണിയിലോ ആക്കി വയ്ക്കാം. ഇനിയും കുറച്ചുകൂടെ ഉപ്പ് ചേർക്കേണ്ടി വരും കേട്ടോ. ഇതൊക്കെ തണുക്കട്ടെ. തണുത്തിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ നമുക്ക് ചേർക്കാം. ഉപ്പ് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഈ ഗ്രേപ്സിന് നല്ല പുളിയുള്ളത് കൊണ്ട് കുറച്ച് കൂടുതൽ ഉപ്പ് വേണം. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർക്കും കേട്ടോ. ഇനി അത് തണുക്കട്ടെ. നോക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. എന്നിട്ട് ഭരണിയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടാണ്. തണുത്തിട്ടുണ്ട്. നല്ല കളറും നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഇത് നല്ലൊരു ഭയങ്കര ടേസ്റ്റാണ് ഇതപ്പോൾ ഗ്രേപ്സ്. അപ്പോൾ നമുക്ക് വീട്ടിൽ ചിലപ്പോൾ കേരളത്തിലേക്ക് ഉണ്ടാകുമായിരിക്കും. ഇവിടെ ഈ സീസണിലേ ഉണ്ടാകത്തുള്ളൂ ഗ്രേപ്സ്. അപ്പോൾ എല്ലാം തണുത്തു. നമുക്ക് ഭരണിയിലോട്ട് അത് പകർത്തിയെടുക്കാം. ഭരണിയിലാക്കി ഇന്നത്തേക്ക് ഞാൻ വെളിയിൽ വയ്ക്കും. നാളെ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും. അപ്പോൾ റെഡി. അപ്പം നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കണം. ശരി.